ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റിൽ എപ്പോഴും ഒരു ഫാളിന് ശേഷം അല്ലെങ്കിൽ ഒരു വലിയ മൂവ്മെൻറ്റിന് ശേഷം അതിന് അഗെയിൻസ്റ്റ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് ഇൻസൈഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഹോൾഡ് ക്യാൻഡിലായിട്ട് അവസാനിക്കാറാണ് പതിവ്. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ചെറിയ ക്യാൻഡിലാണ് എന്ത് ചെയ്തത്, നിഫ്റ്റിയിൽ ഫോം ചെയ്തത്. നിഫ്റ്റി 0.35% ഗ്യാപ്പ് അപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാറി എന്ത് ചെയ്തു, 1-2 ക്യാൻഡിൽ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, ഒരു 3-4 ക്യാൻഡിൽ മേലേക്ക് പോയി. പിന്നീട് ആ പോയ അത്രയും എന്ത് ചെയ്തു, അടുത്തൊരു പാളിൽ തിരിച്ചു വന്നു. അപ്പം ഒരു 4-5 ക്യാൻഡിൽ ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒറ്റ പാള്, ആ പാളിൽ പോയ അത്രയും തിരിച്ചു വന്നു. വീണ്ടും ചെയ്തു, ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ വന്നു. ഇവിടെ എന്ത് ചെയ്തു, അപ്പോൾ അതൊക്കെ തിരിച്ച് കയറി പിന്നെ അവിടെ സൈഡ് ബൈ സൈഡായി തീർന്നു എന്നുള്ളതാണ്. ഒരു വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ഈ ക്യാൻഡിൻ്റെയൊക്കെ ലെങ്ത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്ര ഉണ്ട് ഇതിൽ. ഈ ഒരു ക്യാൻഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 23,638 23,746 100 പോയിൻ്റാണ്. അതേ ഏകദേശം അത്രയും പോയിന്റ് ഈ ഒരു ക്യാൻഡിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കാര്യം ഉണ്ടായിക്കോണമെന്നില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്താൽ ജമ്പ് ചെയ്തിട്ടാവും മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ പ്ലാൻ ചെയ്തത് ചെറിയ ഗ്യാപ്പുകളാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഈ സോണിൻ്റെ മേലെ നമുക്ക് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ വലിയ ക്വാണ്ടിറ്റി, ആകെ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നാളേക്ക് ഇനി മാർക്കറ്റിൽ എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സോണ്, ഇപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഒരു സോണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാനാണ്. ഇന്ന് നമ്മൾ പതുക്കെ സ്വിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, 23,634 എന്നുള്ള ഈ ഒരു ലെവൽ. അപ്പോൾ നമുക്ക് ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ഈ ഒരു സപ്പോർട്ടോടായിട്ടുള്ള ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, 23,360 വരേക്ക് വരാം എന്നുള്ളത് തന്നെയാണ് നമ്മളെ കണക്കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡൗൺ സൈഡ് മേലേക്ക് എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് തന്നെയാണ്. അപ്പോൾ മേലേക്കല്ല കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പോഴും ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്കാണ്. എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിന് അനുകൂലമായിട്ടുള്ള ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇപ്പം സപ്പോർട്ടിൽ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത റെസൻസ് എത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബിയറിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിയറിഷ് ട്രേഡുകളാണ്. ഇൻ കേസ് വലിയ ഗ്യാപ്പ് അപ്പിൽ ഈ ഒരു സോണിൻ്റെ ഒക്കെ മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതാണ് നിഫ്റ്റിയിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഇനി സെൻസെക്സിൻ്റെ എക്സ്പയറി ഉണ്ടായിരുന്നു. നിഫ്റ്റിയുടെ സെയിം സിനാരിയോ ആണ് എപ്പോഴും സെൻസെക്സ് ക്രിയേറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റിയെ സെൻസെക്സിനെ കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യാത്തത് എന്നുള്ളതാണ്. എന്താണോ നിഫ്റ്റി ഫോം ചെയ്തത് അത് തന്നെയാണ് സെൻസെക്സിനും എല്ലാ ദിവസവും ഫോം ചെയ്യാറുള്ളത്. അതിൽ മാറ്റമൊന്നും ഉണ്ടാവാറില്ല. നിഫ്റ്റി ബാങ്കിൻ്റെ കേസ് കൂടെ നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റി ബാങ്ക് ഇന്ന് ഫോം ചെയ്ത രീതി ഏകദേശം ഒരു 0.5% അപ്പോഴാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും എന്തായിരുന്നു, നിഫ്റ്റി ബാങ്ക് ആണ് കുറച്ചും കൂടെ നല്ല ഒരു മൂവ്മെൻറ്റ് പോസിറ്റീവായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾറെഡി പിന്നെ നിഫ്റ്റി താഴെ വരുന്ന സമയത്തും മേൽഭാഗത്താണ്, അല്ലെങ്കിൽ ഇന്ന് എവിടെയാണോ ഫസ്റ്റ് ഹാഫിൽ ഹൈ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ലെവൽ തന്നെയാണ് മാർക്കറ്റ് ചെയ്തത് ഒരുവിധം സമയത്തും മാർക്കറ്റിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് സിനാരിയോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ പിന്നെ ട്രേഡ് നോക്കുന്ന സമയത്ത് ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യുന്ന സമയം എന്ത് ചെയ്യുന്നതിന് നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിൽ ഡൗൺ സൈഡ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് മുതലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഈ ലെവൽ വരേക്കാണ്. 49,50,000 താഴെ, 49,950 താഴെ വരുന്ന സമയത്ത് 49,600 വരേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി മേലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. 50,500 മുകളിൽ ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ഉണ്ടാവുക നമ്മളെ സംബന്ധിച്ച് മേലേക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതുവരേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയയിൽ നാളെ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നാളെ ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡൗൺ സൈഡും ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഇതിന് മുകളിൽ 1-2 ക്യാൻഡിലെങ്കിലും ഹോൾഡ് ചെയ്താൽ മാത്രം 5 മിനിറ്റിൻ്റെ 1-2 ക്യാൻഡിൽ ഈ ഒരു സോണിൻ്റെ മുകളിൽ നിന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡ് മേലേക്ക് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ലെങ്കിൽ
മേലേക്കുള്ള ട്രേഡുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഒരു റീടെസ്റ്റ് ആയാലും ശരി, പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം, ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം എന്തായിരിക്കും നമ്മൾ മേലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്ത് തുടങ്ങുള്ളൂ. താഴത്തേക്കാണെങ്കിൽ നമ്മൾ അതിന് നിൽക്കുന്നില്ല. അത് താഴെ വന്ന് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അതിന് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ റീടെസ്റ്റ് ചെയ്ത് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് തുടങ്ങും. മേലേക്ക് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് എന്തുള്ളൂ, ഈ ഒരു കൺഫർമേഷൻ്റെ ആവശ്യം നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. കാരണം ഒരു പുൾ ബാക്ക് എന്നുള്ള ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ മൂവ്മെൻറ്റിന് നമുക്ക് കണക്കൂട്ടാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.